ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ക്രൈസ്തവരുടെ വിശുദ്ധവാരത്തിൽ ദുഃഖവെള്ളിക്ക് തൊട്ടുമുമ്പുള്ള വ്യാഴാഴ്ച. പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി, വലിയ ശനി, ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ പീഡാനുഭവം, കുരിശുമണിയും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. കടന്നുപോകൽ എന്നാണ് പെസഹ വ്യാഴം എന്ന വാക്കിനർത്ഥം. ക്രിസ്തു തന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യാത്താഴം കഴിച്ചിരുന്നു. ഈ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം. രാവിലെ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ ആരാധനയുണ്ടാകും. രാത്രി വീടുകളിൽ അപ്പം മുറിക്കൽ, ശുശ്രൂഷ എന്നിവ നടത്തും. അന്ത്യ അത്താഴത്തിന്റെ സ്മരണയാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിലൊരുക്കുന്ന പെസഹ വിരുന്ന്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് പെസഹ അപ്പം വിതരണം ചെയ്യുക. ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധവാരത്തിലെ 5-ാം ദിവസമാണ് പെസഹ. ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ പീഡസഹനം, കുരിശുമരണം, കബറടക്കം എന്നിവ അനുസ്മരിക്കും. ഞായറാഴ്ചയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.